ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ വിരോധം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇയാളുടെ അടുത്ത്. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്ത് ഉത്തരം കൊടുക്കും? ഞാൻ ശ്രമിക്കാം എന്ന് പറയാറില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? എന്നെ പ്രതീക്ഷിക്കണ്ട അല്ലേ? You must unlearn what you have learned. All right, I'll give it a try. No, try not. Do or do not. There is no try. എന്നാണ് ഈ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ മാറിപ്പോയത്? പണ്ടൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നായിരിക്കും ആൾക്കാർ പറയുക അല്ലേ? പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഇതിനൊക്കെ ഉത്തരം ഞാൻ നോക്കാം അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്നായി അല്ലേ? ആരെങ്കിലും ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിക്കുമോ ശ്രമിക്കുമായിരിക്കും എന്ന്. കുറച്ച് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസസ് കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രമിക്കാം എന്നതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും അത് നടക്കില്ല എന്നാണെന്ന്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരാളുടെ ഒരു ചെറിയ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം നിങ്ങൾ ഒരാളുടെ ചോദിക്കുകയാണ്, എടാ വരുമോ? അപ്പോൾ ആൾ പറയാണ് ഞാൻ ശ്രമിക്കാം. ഈ ഞാൻ ശ്രമിക്കാം എന്ന് അയാൾ പറയുന്നതിൻ്റെ ആകെ ഒരു ഉദ്ദേശമുള്ളൂ, എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ വരില്ല എന്ന്. പക്ഷേ എനിക്കിത് മുഖത്തടിച്ച പോലെ പറയാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എന്നെ കുറച്ച് നന്നാക്കി നല്ല രീതിയിൽ ഞാനത് അവതരിപ്പിക്കാം, ഞാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ സത്യസന്ധമായിട്ടാണ് ഉത്തരം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറയാം, ഞാൻ ശ്രമിക്കാം, വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോഴേക്കും ഞാൻ വേറൊരു നല്ല എക്സ്ക്യൂസ് പറയാം നിൻ്റെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നായിരിക്കും ശരിക്കും പറയാം, സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ അല്ലേ, മനസ്സിലുള്ള കാര്യം. അതാണ് നമ്മുടെ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇമാജിൻ ചെയ്ത് നോക്കിയൊക്കെ നമ്മൾ ഒരു ഫ്ലൈറ്റിൽ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ പൈലറ്റ് വിളിച്ച് പറയാണ്, ഞാൻ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നമുക്ക് ധൈര്യസമേതം ഇരിക്കാൻ പറ്റുമോ? ലാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയല്ലേ പറയുക. ഈ ശ്രമിക്കാൻ കയറി വരുമ്പോഴേക്കും സംഭവം അപകടമായി അല്ലേ? പക്ഷെ പല ഇന്നത്തെ കോൺവെർസേഷനുകളിലും ഞാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി റിയൽ ലൈഫിലാണ് ഈ ഐ വിൽ ട്രൈ അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടോ അനിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാൾ എന്നും എന്തെങ്കിലും ഒരു സാധനം തുറന്നു വെച്ചിട്ട് പോകും. നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ എപ്പോഴും തുറന്നു വെച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വൃത്തിയുടെ അസുഖമൊക്കെ ഉള്ള ആളാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാണ് അടച്ചു വെക്കണേ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ പറയണേ ഞാൻ ശ്രമിക്കാം. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഓ വേണ്ട വേണ്ട പറയണ്ട, എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, വളരെ മോശമായി കരുതുന്ന വാക്കായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം നമ്മളൊരു കാര്യം ശ്രമിക്കാമെന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാമെന്നാണ് പറയണ്ടേ, അല്ലാണ്ട് ഞാൻ ശ്രമിക്കാമെന്നല്ല അല്ലേ? ഇപ്പം തടി കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഫുഡ് അടിയോട് അടിയാട്ടോ. അത് നമ്മൾ ചോദിക്കുകയാണ് തടി കുറയ്ക്കാന്നൊക്കെ ശ്രമിക്കാന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചിക്കൻ ഫ്രൈസും KFCയും ഒക്കെ. അങ്ങനെ ഒരു കൊഞ്ഞനം കുത്തുന്ന ഒരു തരം വാക്കുകളാണ് ഐ വിൽ ട്രൈ. ഈ ഐ വിൽ ട്രൈയുടെ പ്രശ്നം മനസ്സിലായോ? പലപ്പോഴും നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ഇത്രയും ഡീപ്പായിട്ട് ചിന്തിക്കാണ്ട് പറഞ്ഞു പോകുന്ന സംഭവമാണ് ഞാൻ ശ്രമിക്കാമെന്ന് അല്ലെങ്കിൽ ഞാൻ നോക്കാമെന്ന്. ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചാൽ, ഇപ്പോൾ പാത്രം അടച്ചു വെക്കാൻ ഞാൻ ശ്രമിക്കാം, നീ ഇത്ര ശ്രമിക്കൊന്നും വേണ്ട, നീ ഇത് ജസ്റ്റ് അടച്ചു വെച്ചാൽ മതി എന്ന് നമുക്ക് ചിലപ്പോൾ തിരിച്ചു പറയാൻ തോന്നും അല്ലേ? ഇത്രമാത്രം ശ്രമകരമായൊരു സംഭവമാണോ ഇത് അടച്ചു വെക്കുന്നത്? അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കോൺവെർസേഷൻ വരുമ്പോൾ ഭാര്യയോ ഭർത്താവോ രണ്ടുപേർക്കിൽ ഒരാൾക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, ഈ മറ്റേ ആൾ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഭാര്യ എന്ന് വിചാരിച്ചു, ഭാര്യ പറയാണ് നിങ്ങൾ എന്താ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാത്തെ? അപ്പോൾ ഭർത്താവ് ഞാൻ ശ്രമിക്കാം. ഇത് കേൾക്കാൻ ശ്രമിക്കാമെന്നോ? അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലായോ? ഇതൊക്കെ മനുഷ്യന്മാരെ ശരിക്കും കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. ഇതെന്താ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് തുടങ്ങണത്? നമുക്ക് പ്രത്യേകിച്ച് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വലിയ പ്രോബ്ലം ഇല്ലാത്ത തരം സംസാരങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോൺവെർസേഷനിലെ സംഭാഷണങ്ങൾ അത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ പറയുന്നതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കുള്ളൂ. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും അവ്യക്തമായി പറയുന്ന ആൾക്കാർക്ക് മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ആ സംഭവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവില്ല.
നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് വാക്കിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പറയും. ഇപ്പോൾ എന്നും ആ ഭക്ഷണം തുറന്നു വെക്കുന്ന നമ്മുടെ റൂംമേറ്റ്, അയാൾക്ക് ശരിയാണല്ലോ, ഭക്ഷണം ഞാനിങ്ങനെ തുറന്നു വെച്ചാൽ അതിൽ എന്തെങ്കിലും അസുഖമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, വല്ല ഈച്ചയൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്, അത് മോശമാണ്, വേറെ ആൾക്കാരും കഴിക്കേണ്ടതല്ലേ എന്ന് നല്ലൊരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഇനി ഞാനിങ്ങനെ ചെയ്യില്ല, അടച്ചു വെക്കണം എന്നൊരു ഉള്ളിലൊരു ബോധം ഉണ്ടാവും അല്ലേ. ഇത് ആർക്കോ വേണ്ടി അയാൾ അടച്ചു വെക്കാൻ പറഞ്ഞു, അപ്പോൾ ഇനി ഞാൻ അയാളെ വേർപ്പിക്കണ്ട എന്ന് വെച്ചാൽ എനിക്കിത് വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അതിൽ കാണുന്നത് അല്ലേ. ശരിക്കും നമുക്കതൊരു മാറ്റർ ചെയ്യുന്ന സംഭവം അല്ല എന്നുള്ളത് വ്യക്തമാവും. എന്നാൽ നമ്മൾ ഇത്രയൊന്നും ചിന്തിക്കില്ല. അതിനെന്താ, ഞാൻ ശ്രമിക്കാന്നല്ലേ പറഞ്ഞു, ഞാൻ ചെയ്യാന്നല്ലേ പറഞ്ഞു, അല്ലാണ്ട് ഞാൻ ചെയ്യില്ല എന്നൊന്നുമല്ലല്ലോ പറഞ്ഞതെന്ന് തിരിച്ചു വരുന്നൊരു ഡയലോഗ് വരും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ജീവിതത്തിൽ? നമ്മൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുമ്പം അതിനെ കളിയാക്കുന്ന വിധത്തിലുള്ളൊരു മറുപടി, എന്നാൽ ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു പ്രശ്നമില്ലാത്ത തരം മറുപടികൾ തിരിച്ചു വരാറുണ്ടോ? ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ട് ഡോക്ടർ പറയാണ് ഞാൻ ചികിത്സിക്കാൻ ശ്രമിക്കാം, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? ശ്രമിക്കാന്നോ? മര്യാദയ്ക്ക് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുക ഡോക്ടർ എന്ന് പറയില്ല നമ്മൾ. അപ്പം അവിടെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾക്ക് ആവശ്യം കുറവുള്ളപ്പോൾ, അല്ലെങ്കിൽ അതിനൊരു വില കൽപ്പിക്കാത്തപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഡയലോഗ്സ് വരുന്നത്. നമുക്കത് തിരിച്ചു കിട്ടുമ്പോൾ മനസ്സിലാവും ഇതെന്താ ഇങ്ങനെ പറയണതെന്ന്. പക്ഷെ പലർക്കും അങ്ങോട്ട് പറയുമ്പം യാതൊരു സങ്കോചം ഇല്ലാണ്ട് എടുത്ത് പ്രയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഞാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ. നമ്മൾ ആക്ച്വലി ഇതിൽ കുറച്ചുകൂടെ ഇൻറ്റഗ്രിറ്റി നമ്മുടെ സംഭാഷണത്തിൽ കൊണ്ടുവരണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. എന്നാൽ ജെന്യുവനായിട്ട് ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആവുന്ന കേസസ് വരും കേട്ടോ. അതെപ്പോഴാണെന്നറിയോ? ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങണം, പക്ഷെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മീറ്റിംഗ് ചിലപ്പോൾ അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അപ്പോൾ കുറച്ചുകൂടെ അവിടെ വൈകും. ആ സമയത്ത് വീട്ടിൽ നിന്ന് ആൾ നേരത്തെ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാം, പക്ഷെ മീറ്റിംഗ് തീർന്നില്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊരു വാക്ക് അതിന് കൂടെ പറയുമ്പം ആ സെൻറ്റൻസിന് കുഴപ്പമില്ല. ആ ഒരു കാര്യം ശ്രമിക്കാം അല്ലേ, തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാം, ഇല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കണേ. പക്ഷെ എല്ലാ കോണ്ടെക്സ്റ്റിലും ഈ ഞാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് പുറമേയുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന റിപ്ലൈസ് അല്ലേ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പുറമേയുള്ളതൊരു പ്രശ്നമാണ്, അതിനേക്കാളും വലിയ പ്രശ്നം ഇത് സ്വയം പറയുമ്പോഴാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇനി മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശ്രമിക്കാം എന്നൊരു രീതിയിൽ നമ്മളോട് മറുപടി കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഇനി അത് ചെയ്ത് തുടങ്ങാമെന്നല്ല ശ്രമിക്കാമെന്ന് പറയുമ്പോൾ ആ കാര്യം നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക് പഠിക്കണം, ഞാൻ ശ്രമിക്കാം. പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയൊന്നും വേണ്ട, പഠിച്ചാൽ മതി അല്ലേ. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറെ പ്രോബ്ലം ഉള്ള ആൾക്കാർ ഞാൻ ശ്രമിക്കാം, കാരണം എനിക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ ആ കാര്യം കൂടെ നമ്മൾ പറയണം. അല്ലാണ്ട് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതെന്താ ഉദ്ദേശിക്കണേ? അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് തന്നെ കള്ളം പറയുകയാണ്, ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞിട്ട്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് പലരും മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്നോട് എന്നെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആർക്കും കിട്ടുന്നില്ല. ഇത് ഓക്കെയാണ്, ഇത് ഇങ്ങനെയാണ് പോകേണ്ടതെന്നൊരു ഫീലിങ്ങിലാണ് മുന്നോട്ട് പോണത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇനി ഹെൽത്തിയർ ആവാൻ ശ്രമിക്കാം എന്ന് പറയുന്നതിന് പകരം സോളിഡ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്ത് പറയാൻ ശ്രമിക്കുക. ഐ വിൽ ട്രൈ ടു ഈറ്റ് ഹെൽത്തിയർ എന്ന് പറയുന്നതിന് പകരം ഐ വിൽ ഈറ്റ് ഹെൽത്തിയർ. അവിടെ ട്രൈ വേണ്ട. ആരെങ്കിലും നമ്മുടെ അടുത്ത് വീടൊന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഐ ട്രൈ ടു ക്ലീൻ ദ ഹൗസ്, ഞാൻ ശ്രമിക്കാം കേട്ടോ വീട് വൃത്തിയാക്കാൻ എന്ന് പറയുന്നതിന് പകരം ഞാൻ വൃത്തിയാക്കാം അങ്ങനെ പറയണം. പക്ഷെ ഐ വിൽ ട്രൈ പറയണമെങ്കിൽ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നേരത്തെ എത്തുവാണെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യാം. അതുമാതിരി ഇഫ് കണ്ടീഷൻസ് ഒക്കെ വേണമെങ്കിൽ വരാം, അല്ലാണ്ട് വെറുതെയുള്ള ശ്രമങ്ങൾ വെറും പാഴ് ശ്രമങ്ങളായിരിക്കും. ഇന്നത്തെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലരും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഇങ്ങനൊരു കാര്യം നമ്മളിൽ ഒരു ഗോളാക്കിയിട്ട് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങുമ്പം അതിൻ്റെ നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആ വാചകങ്ങളിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ശ്രമിച്ച് പല കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പല കാര്യങ്ങൾക്കും സ്മോക്കിംഗ് നിർത്താൻ ശ്രമിക്കാം അല്ലേ, ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരു വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ ഈ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. ഇത്രയധികം ശ്രമിക്കല്ലേ, നിർത്തിയാൽ മതി. ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്,
വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എത്തില്ല, എവിടെ എത്തില്ല. ഒരു ദിവസം ഇരുന്ന് ഒരു സംഭവം ചെയ്യാം, അത് ചെയ്യാൻ ശ്രമിക്കണ്ട, അത് ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും ഈ ശ്രമിച്ച് ഇല്ലാണ്ടായി പോകാറുണ്ട്. അത് പലരും റിയലൈസ് ചെയ്യാറില്ല. നമ്മൾ ശ്രമിച്ച് ഒന്നും എവിടെ എത്താതായി പോകുന്ന കാര്യം ആൾക്കാരെ അറിയുന്നില്ല. രാവിലെ എണീക്കാൻ ശ്രമിക്കാം, ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കാം, ഇതൊക്കെ സെക്കൻഡറി കാര്യങ്ങളാവുക. എന്നുവെച്ചാൽ ഇതിനൊക്കെ ഒരു ഓപ്ഷനുണ്ട് ഫെയിലാവാൻ. ശ്രമിച്ച് ഫെയിലാവുന്ന കേസസ് ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു ഇതിലേക്ക് വെറുതെ ഒരു കാര്യമില്ലാണ്ട് പല ടാസ്കുകളും അങ്ങോട്ടേക്ക് ഇടുക, ഫെയിലാവാൻ ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം ഫെയിലായാലും കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രം ശ്രമിക്കാൻ നിന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലാവും എന്ന് ഉള്ള ഒറ്റ കാര്യം നിങ്ങൾ ദയവേത് ശ്രമിക്കാൻ നിൽക്കരുത്. ചെയ്യാം. ഇല്ലെങ്കിൽ കൃത്യമായിട്ട് പറയാം, ഞാനിത് ചെയ്യില്ല. വേറെ ആൾക്കാരോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സ്വയം നമ്മൾ കള്ളത്തരം പറയരുത്. സ്വയം കള്ളത്തരം പറയുമ്പോൾ നമ്മൾ ആ കള്ളത്തരം ബിലീവ് ചെയ്താണ് പറയണത്. നമ്മളിങ്ങനെ എന്നോട് കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കുക എന്ന് പറയുമ്പം, സ്വയം പറ്റിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എന്താ പറയുക, അറിഞ്ഞുകൊണ്ട് പറ്റിക്കുക അങ്ങനെയല്ല, അറിയാണ്ട് പറ്റിക്കണമാണ്. നമ്മളിതൊക്കെ ബിലീവ് ചെയ്തിട്ടാണ് പോണത്. ഞാൻ നാളെ മുതൽ നേരത്തെ എണീക്കാൻ ശ്രമിക്കാം എന്ന് വെറുതെ കള്ളം പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ എഗ്രി ചെയ്യുക. ശരിയാ, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ നാളെ മുതൽ നേരത്തെ എണീക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് ഫെയിൽ ആവാട്ടോ, കാരണം ശ്രമിക്കലാണേ. ഈ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ശ്രമിക്കല്ലേ ഉള്ളൂ, നമ്മൾ ചെയ്യണം നിർബന്ധമില്ലല്ലോ. അത് എല്ലാ കാര്യവും പക്ഷെ അങ്ങനെയാണ്. നമുക്ക് ഒന്നിനൊരു ഷുവർട്ടി പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പം നാളെ രാവിലെ ഇപ്പം നല്ല തൊണ്ടവേദന ആണെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ ഓൾറെഡി ഫെയിലാവാനൊരു 50% ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല. ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം നമുക്കത് നേരിടാം. പക്ഷെ ഇപ്പം നമ്മൾ എന്താ കുറച്ച് തീരുമാനിക്കണേ, ഇത് ചെയ്യും. അതുകൊണ്ട് ശ്രമിക്കൽ നമുക്കങ്ങ് നിർത്താം, ചെയ്തു തുടങ്ങാം അല്ലേ.